मेरे प्यारे बच्चे सालम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും സുഖമായിരിക്കുന്നല്ലോ, എല്ലാ മക്കളും അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗവുമായാണ് മാഷി വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. എൻ്റെ എല്ലാ മക്കളും ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. മക്കളെ, നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആണ് ഷാഹ് അക്ബർ കോ കോൻ സിഖായേഖാ എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോകകഥ. അപ്പൊ എന്താണ് സാറേ ഈ ലോക കഥ എന്നുള്ളത് എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഒരു നാടോടി കഥയാണ് അല്ലെ. തലമുറകളായി കൈമാറ്റം ചെയ്തു വരുന്ന കഥകളെ നമ്മൾ എന്ത് ചെയ്യും? ലോക കഥ അല്ലെങ്കിൽ നാടോടി കഥ എന്ന് പറയും അല്ലെ. അതുകൊണ്ട് ഇതിന് പ്രത്യേക എഴുതിയ ഒരാളൊന്നും എന്ത് ചെയ്യില്ല, പരാമർശിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിൽ പ്രത്യേക ഒരു പേരൊന്നും ഇല്ലാത്തത്. ഇത്തരം കഥകൾ ആരാണ് എഴുതിയത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലേ. റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഷാ അക്ബർ കോ കോൻ സിഖായേഗ. എന്താണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്? ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയാണ് അല്ലെ. ചക്രവർത്തി ആണ്. ആരാണ് നമ്മുടെ ഇവിടുത്തെ ചക്രവർത്തി? ആരാണ് മക്കളെ? യെസ്, അക്ബർ ആണ് അല്ലെ. അപ്പൊ അക്ബറിനെ കോൻ സിഖായേഗ. കോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം ആര് എന്നാണ്. അപ്പൊ ആരാണ് എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കും. അപ്പൊ അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും എന്നുള്ള ഈ മനോഹരമായിട്ടുള്ള ലോകകഥ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ലളിതമായിട്ട് എളുപ്പത്തിൽ വീഡിയോയിലൂടെ മാഷ് പറയുകയാണ്. അപ്പൊ എൻ്റെ മക്കൾ ശ്രദ്ധയോട് കൂടി കേട്ടോളൂ. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ഷാ അക്ബർ ഗംഭീർ ചർച്ചേ में मग्न विद्वानों के एक समूह को देख रहे थे. എന്തായിരുന്നു അക്ബർ ചക്രവർത്തി ചെയ്തിരുന്നത്? അക്ബർ ചക്രവർത്തി വലിയ പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തെ എങ്ങനെ എന്ത് ചെയ്യുന്നു? നോക്കി നിൽക്കുകയായിരുന്നു. ദേഖ് രഹേ ഥേ. അവരുടെ ആ ചർച്ച, മുഴുകിയ ചർച്ചയെ എന്ത് ചെയ്യുന്നു? നോക്കിയിരിക്കുകയായിരുന്നു. നമ്മുടെ ആ ചിത്രം നോക്കൂലേ, നമ്മുടെ അക്ബർ ചക്രവർത്തി എന്ത് ചെയ്യുന്നുണ്ട്? നോക്കിയിരിക്കുന്നുണ്ട്. കണ്ടോ അല്ലെ. ഇവിടെ ഒരുപാട് ആള് വിദ്വാൻമാർ എന്ന് അവരെ വിശേഷിപ്പിക്കുന്ന അവരെന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചക്രവർത്തി എന്ത് ചെയ്യാണ്? നോക്കിയിരിക്കുകയാണ്. കണ്ടോ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആ വരികളിലൂടെ പറയുന്നത്. ഇനി എന്താണ് അടുത്തത് പറയുന്നത് എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് നോക്കാം. വേ ബീർബൽ കി ലെ ബീർബൽ കി ആർ മുഡ്കർ ബോലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ബീർബലിന് നേരെ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പറയുകയാണ്, അല്ലെങ്കിൽ ചോദിക്കുകയാണ്. ബോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണ് അല്ലെ. എന്താണ് പറയുന്നത്? എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? പറയുക അല്ലെ. തിരിഞ്ഞിട്ട്, മുഡ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞിട്ട് അല്ലെ. നമ്മളൊക്കെ ആരെങ്കിലും പെട്ടെന്ന് വിളിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോക്കും. അതേപോലെ തിരിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് അത്യാവശ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ ഇവിടെ എന്ത് ചെയ്യാണ്? തിരിഞ്ഞിട്ട് വിളിച്ചിട്ട് പറയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബീർബൽ മേ ബഹുത്തെ ചതുർ നഹി ഹും. എന്താ പറഞ്ഞിട്ടുള്ളത്? ബീർബലെ, ഞാൻ ഒരുപാട് ബുദ്ധിമാനൊന്നുമല്ല അല്ലെ. എന്താ പറഞ്ഞത്? ഞാൻ ഒരുപാട് ബുദ്ധിമാനൊന്നുമല്ല. എന്നിട്ട് പറയാ ബഹുത്ത് സി ഏസി ഛിഞ്ചേ ഹേ ജിൻകെ ബാരെ മേ मैं नहीं जानता. എന്താണ് പറഞ്ഞത്? ഞാൻ വളരെ ഒരുപാട് ബുദ്ധിമാനൊന്നും അല്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് എന്താ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. എനിക്ക് അറിയാത്ത ബഹുത്ത് സി ഐസെ ചിഞ്ചോം ഹേ ജിൻകെ ബാരെ മേ मैं नहीं जानता. എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. मैं हर चीज ले मैं हर चीज को सिखाना चाहता हूं ले. എനിക്ക് എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് എന്തുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം. സീഖ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം പഠിക്കാൻ അല്ലെ. പഠിക്കുക, പഠിക്കാന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. പഠിക്കാനുള്ള ആഗ്രഹം ആർക്കുണ്ട്? എനിക്കുണ്ട് എന്ന് ആരോട് പറയാണ്? നമ്മുടെ ബീർബലിനോട് എന്ത് ചെയ്യുന്നു? പറയുകയാണ്. എന്നിട്ട് പറയാ. എന്നിട്ട് എന്താ പറഞ്ഞത്? കൽ സേ മേരി പഠായി ശുരു ഹോ ല്ലേ. നാളെ എന്ത് ചെയ്യണം? കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നാണ് അല്ലെ. കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നാണ്. അപ്പൊ നാളെ മുതൽ എന്ത് ചെയ്യണം? കൽ സേ എന്ന് പറഞ്ഞാൽ മുതൽ എന്നൊക്കെ നമുക്ക് പറയും അല്ലെ. നമുക്കറിയാം അല്ലെ, മുതൽ. അപ്പൊ നാളെ മുതൽ മേരി എന്റെ പഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം എന്നാണ്. അപ്പൊ നാളെ മുതൽ എന്റെ പഠനം ശുരു ഹോ. ശുരു എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക അല്ലെ. ആരംഭിക്കുക എന്നാണ്. അപ്പൊ നാളെ മുതൽ എന്റെ പഠനം എന്ത് ചെയ്യണം? ആരംഭിക്കണം. ഈസ്കാ ഇന്തിസാം കരോ അല്ലെ. എന്താണ് ഇതെന്ന് പറഞ്ഞേ? അപ്പൊ ഇതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും എന്ത് ചെയ്യണം അല്ലെ. ഇതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും എന്ത് ചെയ്തോളൂ? നോക്കിക്കോളൂ എന്ന് എന്ത് ചെയ്യാണ്? ബീർബലിനോട് അക്ബർ ചക്രവർത്തി പറയുകയാണ്. റെഡിയാണോ മക്കളെ? അപ്പൊ ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എന്താ പറയുന്നത്?
अगली सुबह जब शहशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. ആഹാ, എന്താണ്ടായത് മക്കളെ? അഗലി സുബ്, അഗലി എന്ന് പറഞ്ഞാൽ അടുത്ത. അപ്പൊ അടുത്ത ദിവസം അല്ലെ, അടുത്ത ദിവസം പോയപ്പോ എന്താ കണ്ടത്? അടുത്ത സുബ് എന്ന് പറഞ്ഞാൽ രാവിലെ എന്നാണ്. അപ്പൊ രാവിലെ അല്ലെ, അപ്പൊ അടുത്ത രാവിലെ അല്ലെങ്കിൽ അടുത്ത ദിവസം, അഗലാദ്ദീൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അടുത്ത ദിവസം കാണുമ്പോ ജബ് शाह ने दरबार में प्रवेश किया तो उनका स्वागत एक വിചിത്ര ദൃശ്യ. രാവിലെ ചക്രവർത്തി അദ്ദേഹത്തിന്റെ സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താണ് മക്കളെ കാണുന്നത്? സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വ്യത്യസ്തമായ വിചിത്രമായ ഒരു ദൃശ്യനേക്കിയ അല്ലെ, ഒരു ദൃശ്യം എന്ത് ചെയ്യാണ്? ഒരു ദൃശ്യമാകുന്നു. അപ്പൊ എന്താണ് ആ ദൃശ്യം എന്നുള്ളത് നമുക്ക് വളരെ ആകാംക്ഷ ഉണ്ടാവും. എന്താണ് സാർ ആ ദൃശ്യം എന്നുള്ളത്? അപ്പൊ ദർബാർ തെരേക്ക് ലോകം സെ ബരാ ഹുവാ ഥാ. എന്താണ്? പല തരത്തിലുള്ള തെര എന്ന് പറഞ്ഞാല് പല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ലോകംസെ, ലോക എന്ന് പറഞ്ഞാൽ ആളുകളാണ് അല്ലെങ്കിൽ ജനങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആളുകൾ എങ്ങനത്തെ ആളുകളാ? പല ആളുകൾ, പല തരത്തിലുള്ള അല്ലെ, പല തരത്തിലുള്ള എന്നൊക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യാ? കൂട്ടി വായിക്കാം. അപ്പൊ പല തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാണ്? ആളുകളെ കൊണ്ട് സഭ എന്ത് ചെയ്യാണ്? നിറഞ്ഞിരിക്കുകയാണ്. ബരാഹുവാധ അല്ലെ. അപ്പൊ ദർബാർ അല്ലെ, ദർബാർ എന്ന് പറഞ്ഞാൽ ആ സഭ. അപ്പൊ പല തരത്തിലുള്ള ആളുകളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു സഭ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ, ആ കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ഈ സംഭവം എന്നുള്ളത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായില്ല എന്താണ് ഈ സംഭവം എന്നുള്ളത്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു മക്കളെ? അവിടെ ആരെല്ലാം ഉണ്ട് എന്നാണ് ഇനി എന്ത് ചെയ്യുന്നത് നമ്മളോട് പറയുന്നത്. വഹാം അല്ലെ, വഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെല്ലാം ഉണ്ട്? ബെച്ചേ അല്ലെ, ബെച്ചേ. എന്റെ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ലളിതമായിട്ട് മാഷ് എന്ത് ചെയ്യുന്നുണ്ട്? ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് നേരെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്തോളൂ? ബെച്ചേ. അപ്പൊ കുട്ടികൾ അവിടെ കണ്ടു. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ആരാ അവിടെ കണ്ടത്? യെസ്, ബുസുർഗ് അല്ലെ, ഓർ ബുസുർഗ് എന്ന് പറഞ്ഞ പ്രായമായ ആളുകൾ. അതെ അല്ലെ, പ്രായമായ ആളുകൾ എന്ത് ചെയ്യുന്നു? അവിടെ കാണും. അപ്പൊ ബുസുർഗ് ദേ. അപ്പൊ കുട്ടികളുണ്ട്, അതേപോലെ പ്രായമായ ആളുകളുമുണ്ട്. അതേപോലെ ഗിഹ്ർനിയാം അല്ലെ, ഗിഹ്ർനിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗിഹ്ർനിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അല്ലെ, കുടുംബിനികൾ അല്ലെ, കുടുംബിനികൾ എന്ന് നമുക്ക് പറയാം. കുടുംബിനികൾ അല്ലെ, കുടുംബിനികളുണ്ട് അല്ലെ, ഫാമിലി നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. അതേപോലെ പിന്നെ ആരുണ്ട്? ഓർ ദോബിനോം ദി അല്ലെ, ദോബിനോം എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, അലക്കുകാരുണ്ട് അല്ലെ, അലക്കുന്ന ആളുകൾ, അലക്കുകാരുണ്ട്. ദോബിനോം അല്ലെ, മാഷ് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരല്ലേ? കിസാൻ ഓർ കച്ചറ ബീനെ വാലേ ഥേ. കിസാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം. കിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? കിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരാണ്. കച്ചറ ബീനെ വാലേ ഥേ അല്ലെ, ആരാണ്? നമ്മുടെ സ്ക്രാപ്പ് അല്ലെ, പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് അല്ലെ, അവരെ കണ്ടു. പിന്നെ അതേപോലെ ദുഖാന്താർ ഓർ ലിബിക്സ്. ദുഖാന്താർ എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ അല്ലെ, കച്ചവടക്കാരുണ്ട് അല്ലെ, കച്ചവടക്കാർ. ദുഖാന്താർ അല്ലെ, ബിസിനസ്മാൻ ഉണ്ട്. അതേപോലെ ലിബിക് ദേ, അതായത് ക്ലർക്ക്, കണക്കെടുക്കുന്ന ആളുകളും എവിടെയുണ്ട്? അവിടെ കണ്ടു. പിന്നെ അതേപോലെ പിന്നെ ആരാണുള്ളത്? മുർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ മക്കൾക്ക് അറിയാം അല്ലെ. മുർഗ് എന്ന് പറഞ്ഞാൽ മണ്ടന്മാരില്ലേ, വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ എപ്പോഴും മണ്ടത്തരം ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്തരത്തിൽ വിഡ്ഢികൾ എന്നൊക്കെ നമ്മൾ വിളിക്കും. അവരുണ്ടായിരുന്നു അവിടെ. അതേപോലെ പിന്നെ അതേപോലെ ആരാളുള്ളത്? ഖ്യാനി അല്ലെ. ഖ്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരുണ്ടാവുമ്പോൾ സ്വാഭാവികമായി ആരുണ്ടാവും? ബുദ്ധിമാന്മാരുണ്ടാവും. ഖ്യാനി ഇതേ അല്ലെ, ബുദ്ധിമാന്മാർ അല്ലെ, ബുദ്ധിമാന്മാരും എവിടെയുണ്ട്? അവിടെ കണ്ടു. പിന്നെ ഓർ ബി ന ജാനെ കിത്തനി തരഹ്കെ ലോഗ് ധേ. അതേപോലെ ഒരുപാട് ആളുകൾ, ഇതേപോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ ദർബാറിൽ എന്ത് ചെയ്യാണ്? കാണുകയാണ് നമ്മുടെ അക്ബർ ചക്രവർത്തി. ക്ലിയർ ആയോ? അപ്പൊ എത്രയോ ആളുകൾ. അപ്പൊ ആരെല്ലാം ആളുകളുണ്ട്? നമ്മൾ ആരെല്ലാം കാണുന്നുണ്ട്? കുട്ടികളുണ്ട് അല്ലെ, പ്രായമായ ആളുകളുണ്ട്, ഫാമിലിയിലുള്ള ആളുകളുണ്ട്, അലക്കുകാരുണ്ട്, കർഷകരുണ്ട് അല്ലെ, അതേപോലെ പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ, വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, കച്ചവടക്കാരുണ്ട്, പിന്നെ കണക്കെടുക്കുന്ന ആളുകളുണ്ട്, മണ്ടന്മാരായിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ അറിവുള്ള ആളുകളുണ്ട്, ബുദ്ധിമാന്മാരെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ട്. അതുപോലുള്ള ഒരുപാട് ആളുകളും അവിടെ സന്നദ്ധരായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. റെഡിയാണോ മക്കളെ? എന്താണ് മക്കളെ ഇനി പറഞ്ഞിട്ടുള്ളത്? ഇൻ സബ് കാ ക്യാ മത്ലബ് ഹേ ഷഹ്ഷാ ഗർജേ അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഗർജിച്ചു കൊണ്ട് എന്താ ചോദിച്ചത്? ഇൻ സബ് കാ ക്യാ മത്ലബ് ഹേ. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്?
ഇൻ സബ് കാ ക്യാ മത്ലബ് ഹെ? ഷഹൻഷാ ഗർജിലെ അദ്ദേഹം ഗർജിച്ചുകൊണ്ട് വളരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു. मैंने तुमसे ऐसा लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके और तुमने मेरा महल राज की आदि जनता से भर दिया. എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ നിന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നെ പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ള എന്നെ പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരെ കൊണ്ടുവരണം എന്നായിരുന്നു. എന്നാൽ നീ എന്റെ കൊട്ടാരം എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തിന്റെ ആദി ജാന്താസെ രാജ്യത്തിലെ പകുതി ആളുകളെ കൊണ്ട് എന്ത് ചെയ്യാണ്? വർദിയ നിറച്ചിരിക്കുകയാണ്. അതായത് എന്താ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് मैंने तुमसे ऐसा लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके और तुमने मेरा महल राज की आदि जनता से भर दिया. എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് എന്നെ പഠിപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളെ കൊണ്ടുവരണം എന്നായിരുന്നു. എന്നാൽ നീ രാജ്യത്തുള്ള പകുതിയോളം ആളുകളെ എന്ത് ചെയ്തു? കൊണ്ടുവരികയാണ്. ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ മഹൽ, നമ്മുടെ കൊട്ടാരം നിറച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് രാജാവ് പറയാ അബ് ജവാബ് ദോ. ഇപ്പോൾ നീ എന്ത് ചെയ്യണം? ഇതിന് ഉത്തരം പറയണം. രാജാവിന്റെ ഫോട്ടോ കാണാൻ നമുക്ക് വളരെ ദേഷ്യത്തോടു കൂടി എന്ത് ചെയ്യാണ് പറയാണ്. അബ് ജവാബ് ദോ, നീ ഇപ്പോൾ തന്നെ ഇതിന് വ്യക്തമായ ഉത്തരം തരണം എന്ന് എന്ത് ചെയ്യാണ് പറയുകയാണ്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പൊ തീർച്ചയായും പറയാണ് മാഫി ചാഹ്താഹും ജഹാംപനാ. എന്താ പറഞ്ഞുള്ളത്? എന്നോട് ക്ഷമിക്കണം. എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം എന്ന് എന്ത് ചെയ്യാണ് പറയാണ്. എന്നോട് ക്ഷമിക്കണം. ജഹാം പനാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രാജാവിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്താ? എന്നിട്ട് പറഞ്ഞത് എന്താണ്? മേനേം തോ ബസ് ആപ്കെ ആദേശോം കാ പാലൻ കിയാ ഹേ. എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലയോ മഹാരാജാവേ, ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ അങ്ങയുടെ ആജ്ഞ അനുസരിക്കുകയാണ് ചെയ്തത്. പാലൻ എന്ന് പറഞ്ഞാൽ ആജ്ഞ, അദ്ദേഹത്തിന്റെ ഉത്തരവ്. ആജ്ഞ, ഞാൻ നിങ്ങളുടെ ആജ്ഞ അനുസരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞെന്താ? ബീർബലിനെ ജവാബ് ദിയ. ബീർബൽ എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. അതായത് എന്നോട് ക്ഷമിക്കണം രാജാവേ, എന്നോട് ക്ഷമിക്കണം. കാരണം എന്താ? ഞാൻ അങ്ങ് പറഞ്ഞ ആജ്ഞ അനുസരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മറുപടി പറയാണ്. ഇനി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗുസ്താക്കി മാഫ് ഹോ. ഗുസ്താക്കി മാഫ് ഹോ എന്ന് പറഞ്ഞാൽ എന്നോട് എന്റെ അപരാധത്തെ എന്ത് ചെയ്യണം? പുറത്തു തരണം എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. പർക്യ ജഹാം പനാഹ് രേത് മേ ഗണ്ടോ ഖോൽകർ അപ്ന മനോരഞ്ജൻ കർണ ജാൻതേ ഹേ. എന്താ പറഞ്ഞിട്ടുള്ളത്? രേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? രേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാജാവിനോട് പറയാ അല്ലയോ മഹാരാജാവേ. രേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ? ക്യാ ജഹാം പനാ, അല്ലയോ മഹാരാജാവേ, അങ്ങ് മണിക്കൂറുകളോളം രേത്ത് മേ ഗണ്ടേ കോൽക്കർ, അങ്ങ് മണിക്കൂറുകളോളം എന്ത് ചെയ്യാണ്? മണലിൽ കളിച്ചിട്ട് ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് കഴിയുമോ? ആനന്ദം അനുഭവിക്കാൻ അങ്ങേക്ക് അറിയുമോ? മനോരഞ്ജൻ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ്, ആനന്ദം. ആനന്ദം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ? ആനന്ദം. അപ്പൊ അങ്ങ് മണിക്കൂറുകളോളം മണലിൽ കളിച്ചിട്ട് അങ്ങേക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നെന്ത് ചെയ്യുന്നു? ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെന്താണ് മറുപടി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നഹി പറുസേക്യ, ഇല്ല. അതിനെന്താണ്? നഹി, ഇല്ല. എന്നിട്ട് ചോദിക്കാം ഇല്ല. എന്നിട്ട് പറയുന്നുണ്ട് എന്ത്? പറുസേക്യ, അതിനെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താണ്? ഇനി എനിക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ അതിനെന്താണ്? ഷെൻഷാ എന്താ പറഞ്ഞേ? ബോഖ്ലാഖയ. എന്താ പറഞ്ഞത്? ഷെൻഷ എന്ത് ചെയ്യുന്നു? വളരെ ഒരു ഇതിൽ എന്ത് ചെയ്യുന്നു? ചോദിക്കാണ്. ഇല്ല, അതിനെന്താണ് എന്നുള്ളത് ചോദിക്കാണ്. ഇനി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്യാ आप किसी गरीब आदमी की ആംദനി മേം ഗർ ചലാ സക്തേ ഹേ. എന്താ അവിടെ ചോദിച്ചിട്ടുള്ളത്? ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ ശമ്പളം കൊണ്ട് അങ്ങേക്ക് വീട് പുലർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആംദനി മേ ഗർ ചലാ സക്താ ഹേ. പാവപ്പെട്ട ആളുടെ ശമ്പളം കൊണ്ട് അങ്ങേക്ക് അങ്ങയുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ? വീട് പുലർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? आप जानते हैं कि कपड़ों से धागे से हटाया जाता है. എന്താ പറഞ്ഞിട്ടുള്ളത്? വസ്ത്രത്തിൽ നിന്നും ചെളി എങ്ങനെ നീക്കം ചെയ്യാം
എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് എന്ത് ചെയ്യുന്നു, വീണ്ടും ചോദിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ രാജാവ് തിരിച്ച് മറുപടി പറയാ, കഥൈ നഹി അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഇല്ല, ഒരിക്കലുമില്ല. ഷഹൻഷാ അക്ബറിനെ ജവാബ് ദിയ. ഷഹൻഷാ അക്ബർ എന്ത് ചെയ്യാണ്? തിരിച്ച് മറുപടി പറയാണ്. എന്തൊക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? എന്താ? അങ്ങേക്ക് പാവപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അല്ലെ, ഗരീബ് ആദ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ ആൾ എന്നൊക്കെ നമുക്ക് പറയാം. പാവപ്പെട്ട മനുഷ്യന്റെ ആംദനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് കിട്ടുന്ന ശമ്പളം അല്ലെ. ആംദനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശമ്പളം അല്ലെ. ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാം? ഗർ എന്ന് പറഞ്ഞാൽ വീടാണ്. ചലാ സക്തേഹെ പുലർത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് എന്ത് ചെയ്യുന്നു? ചോദിക്കാണ്. പിന്നെ ചോദ്യം, യാ ക്യാ ആപ് ജാൻതേ ഹേ കി കപ്പടോ സേ ദാഗ് കൈസേ ഹട്ടായാ ജാതാ ഹേ? അല്ലെങ്കിൽ ചെളി എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നിങ്ങൾക്കറിയാമോ അല്ലെ? ചെളി പുരണ്ട വസ്ത്രം എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നിങ്ങൾക്കറിയാമോ രാജാവ് എന്ന് എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് പറഞ്ഞാൽ എന്താ? ഒരിക്കലും തന്നെ ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ഷഹൻഷാ മറുപടി പറയുകയാണ്. എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ പാർട്ട് 2 മാഷ് അടുത്ത വീഡിയോയിൽ വരും. അപ്പൊ എൻ്റെ എല്ലാ മക്കളും അടുത്ത വീഡിയോയിലും വരിക. നമുക്ക് നല്ല കൃത്യമായിട്ട് അടുത്ത ഭാഗം നോക്കാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബായ്.